ഒരിക്കൽ ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ചുണ്ടായ ഒരു കൊച്ചു സംഭവം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഒരിക്കൽ ഒരു ട്രാഫിക് സിഗ്നലിൽ ഒരു വണ്ടി വന്ന് നിർത്തുകയാണ്. അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്, ഒരു വലിയ കാറാണ്. ഈ കാറിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ കാർ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ വലിയ കാറിലിരിക്കുന്ന മനുഷ്യൻ ചെറിയ കാറിലിരിക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, നമുക്ക് ഈ കാറുകൾ തമ്മിൽ കൈമാറ്റം ചെയ്താലും? അപ്പോൾ ആ ചെറിയ കാറിലിരിക്കുന്ന മനുഷ്യൻ സംശയത്തോടെ ചോദിക്കുകയാണ്, ഈ കാറുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യാം? അപ്പോൾ ഇദ്ദേഹം പറയാണ്, അതെ, നമുക്കിത് തമ്മിൽ കൈമാറ്റം ചെയ്യാം. അപ്പോൾ ഈ ചെറിയ കാറിലിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തോട് പറയാം, ഇത് ഞാൻ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്ന കാറാണ്, എനിക്ക് സ്വന്തമായിട്ട് കാറൊന്നുമില്ല. അപ്പോൾ ഈ മനുഷ്യൻ, ഈ വലിയ കാറിലിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തോട് പറയാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ കാറുകൾ വാങ്ങാൻ കഴിയട്ടെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ചെറിയ കാറിലിരിക്കുന്ന മനുഷ്യൻ തിരിച്ചു കൊടുക്കുന്ന മറുപടി, വേണ്ട, എനിക്ക് ഈ ലോകത്ത് ഒന്നും വേണ്ട, എനിക്ക് ഈ ഇഹലോകത്ത് ഒന്നും വേണ്ട. നമ്മളുടെ കയ്യിലുള്ളത് ഒന്നും ഒരു നാൾ നമ്മളുടെ കയ്യിലുണ്ടാവില്ല. നമ്മളുടെ കയ്യിലുള്ളതെല്ലാം നശിച്ചു പോകാനുള്ളതാണ്. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മളങ്ങനെ ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതം എത്ര മനോഹരമായേനെ. നമുക്ക് നമസ്കരിക്കാൻ സമയം കിട്ടാറില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെയോ നേടാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. നമസ്കരിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒന്നും നമുക്ക് സമയം കിട്ടാറില്ല. നമ്മൾ ഈ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നമ്മൾ ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പണം ഉണ്ടാക്കണം, മകളെ കെട്ടിച്ചയക്കണം, മകൻ്റെ പഠിപ്പ് നോക്കണം. അങ്ങനെ ഒരുപാട് ചിന്തകളുമായിട്ട് ഈ ലോകത്തിലൂടെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്തുറപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്? ഈ ജീവിച്ചിരിക്കുന്ന കാലം നമ്മളെ പരീക്ഷണത്തിനായിട്ട് അള്ളാഹു അയച്ചതാണ് ഇങ്ങോട്ട്. എത്ര കാലം ജീവിച്ചിരിക്കുന്നു ഒരു ഉറപ്പില്ലാതെ നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു ഒരു ഉറപ്പില്ല. ഇന്ന് ഈ നിമിഷം നമ്മൾ മരിച്ചു പോകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. നാളത്തെ സൂര്യോദയം കാണുമോ എന്നതിൽ ഒരു ഉറപ്പില്ല. ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ എണീക്കും എന്നതിൽ എന്തുറപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്? എങ്ങോട്ടാണ് ജീവിതത്തിൽ നമ്മളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നോക്കണം. എന്നാൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇറുകിക്കൂടരുത്. നമ്മളെ എന്തിനാണ് നമുക്ക് കിട്ടുന്ന പരീക്ഷണങ്ങൾ എന്താണ്? നമ്മൾ എന്തിനാണ് ഈ ഇഹലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാവില്ല. ആകെ കൂടെ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്ത നന്മകളാണ്, നമ്മളുടെ അമലുകളാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുക. ഖബറിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്തൊക്കെ നമ്മളുടെ കൂടെ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് മരിച്ചു പോയാൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കോ ഇല്ലയോ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ നിമിഷം ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലാവുമോ അതോ നരകത്തിലാവുമോ? മറ്റാരെക്കാളും നന്നായിട്ട് നമുക്കറിയാം നമ്മൾ ചെയ്ത തെറ്റുകളും നമ്മൾ ചെയ്യാൻ വിട്ടുപോയ കുറേ അമലുകളും നമ്മൾ ഉപേക്ഷിച്ച കുറേ നമസ്കാരങ്ങളും നമുക്കറിയാം. ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ജീവിതത്തെ നിങ്ങൾ ഈ ജീവിതമായി, ഇത് ഇഹലോകമാണെന്നും നമ്മളിത് കഴിഞ്ഞ് പരലോകത്തേക്ക് പോകാനുള്ളതാണെന്നും നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ എവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.